ഹലോ. പ്രസവത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് സംശയങ്ങളും ടെൻഷനുമൊക്കെ ഉണ്ടാകാം അല്ലേ? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രസവത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ എന്നാൽ പലരും അത്ര ശ്രദ്ധിക്കാത്തൊരു ഘട്ടത്തെക്കുറിച്ചാണ്. അതെ, ലേറ്റന്റ് ഫേസ്. ഇതിനെക്കുറിച്ച് അറിഞ്ഞാൽ തന്നെ നിങ്ങളുടെ പകുതി ടെൻഷൻ കുറയും. അപ്പോ എന്താണ് ഈ സംഭവം? അതാണ് ലേറ്റന്റ് ഫേസ്. ശരിക്കും പറഞ്ഞാൽ പ്രസവവേദനയുടെ തുടക്കം. പലരും ഇതിനെ കാര്യമാക്കാറില്ല. പക്ഷേ നിങ്ങളുടെ ശരീരം ഒരു വലിയ കാര്യത്തിനായി തയ്യാറെടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണിത്. ലളിതമായി പറഞ്ഞാൽ നിങ്ങളുടെ ശരീരം യഥാർത്ഥ പ്രസവത്തിനായി സ്വയം ഒരുങ്ങുന്ന സമയമാണിത്. ഇതൊരു സ്വിച്ചിട്ട പോലെയുള്ള ഒന്നല്ല, മറിച്ച് സാവധാനത്തിൽ പടിപടിയായി നടക്കുന്നൊരു പ്രക്രിയയാണ്. അപ്പോൾ ശരിക്കും എത്ര നേരമെടുക്കും ഈ ഘട്ടം? എന്തൊക്കെയാവും നമ്മൾ ഈ സമയത്ത് അനുഭവിക്കാൻ പോകുന്നത്? നമുക്ക് വിശദമായിട്ട് നോക്കാം. പ്രത്യേകിച്ച് ആദ്യമായി പ്രസവിക്കുന്ന അമ്മമാർക്ക് ഈ ലേറ്റന്റ് ഫേസ് ചിലപ്പോൾ 12 മണിക്കൂർ മുതൽ ഒരു ദിവസം മുഴുവൻ വരെ നീണ്ടുനിന്നേക്കാം. കേൾക്കുമ്പോൾ ചിലപ്പോൾ പേടി തോന്നാം, അല്ലേ? പക്ഷേ ഇത് തികച്ചും സാധാരണമാണ്. അതുകൊണ്ട് ക്ഷമയാണിവിടെ ഏറ്റവും പ്രധാനം. ഈ സമയത്ത് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ ഇതൊക്കെയാവാം. ഇടവിട്ടു വരുന്ന കൃത്യമായ ഒരു പാറ്റേൺ ഇല്ലാത്ത സങ്കോചങ്ങൾ, ചിലപ്പോൾ നല്ല കട്ടിയുള്ള പീരിയഡ്സ് വേദന പോലെ തോന്നാം, അല്ലെങ്കിൽ നടുവിനൊരു വേദന. ഇതെല്ലാം നിങ്ങളുടെ ഗർഭാശയമുഖം പ്രസവത്തിനായി മൃദുവായി വികസിച്ചു വരുന്നതിന്റെ സൂചനകളാണ്. ഇതൊക്കെ തികച്ചും നോർമലാണ്. ഇനി നമുക്കെല്ലാവർക്കുമുള്ള ഒരു സംശയത്തിലേക്ക് വരാം. വേദന തുടങ്ങിയാൽ ഉടനെ ഹോസ്പിറ്റലിൽ പോകണോ? അവിടെ ചെന്നാൽ എന്താണ് സംഭവിക്കുക? ചില തെറ്റിദ്ധാരണകൾ നമുക്ക് മാറ്റിയെടുക്കാം. നമ്മൾ വിചാരിക്കും ഹോസ്പിറ്റലെത്തിയാൽ പിന്നെ എല്ലാം വേഗത്തിലാകുമെന്ന്. പക്ഷേ സത്യം അതല്ല. ഈ ആദ്യഘട്ടത്തിൽ അഡ്മിറ്റ് ചെയ്യുന്നത് പ്രധാനമായും നിങ്ങളുടെയും കുഞ്ഞിന്റെയും സുരക്ഷ ഉറപ്പാക്കാനും കാര്യങ്ങൾ നിരീക്ഷിക്കാനുമാണ്, പ്രസവം വേഗത്തിലാക്കാനല്ല. ഓരോ ശരീരത്തിനും അതിൻ്റേതായ ഒരു സമയമുണ്ട്. ഇനിയിപ്പോ ഇൻഡക്ഷൻ വേണമെന്ന് ഡോക്ടർ പറയുകയാണെങ്കിലോ? അതും ഒരു ഓട്ടമത്സരമല്ല. അതൊരു സാവധാനത്തിലുള്ള പ്രക്രിയയാണ്. ചിലപ്പോൾ ഗർഭാശയമുഖം ഒന്ന് മൃദുവായി വരാൻ തന്നെ 1-2 ദിവസമെടുക്കും. ഈ കാത്തിരിപ്പും തികച്ചും സാധാരണമായ ഒന്നാണ്. പ്രസവം മുന്നോട്ടു പോകണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ചില മാന്ത്രിക വിദ്യകൾ നടക്കണം. അതിന് കാരണം നമ്മുടെ ഹോർമോണുകളാണ്. ഈ ഹോർമോണുകളുടെ കളി മനസ്സിലാക്കിയാൽ തന്നെ കാര്യങ്ങൾ വളരെ എളുപ്പമാകും. അതെ, ഒരൊറ്റ ഹീറോ ഹോർമോണാണ് ഇവിടുത്തെ താരം. പ്രസവത്തിന്റെ മുഴുവൻ നിയന്ത്രണവും ശരിക്കും ഈ ഹോർമോണിന്റെ കയ്യിലാണ്. ഇതാണ് ഹീറോ, ഓക്സിറ്റോസിൻ. ഇതിനെ ലവ് ഹോർമോൺ എന്നൊക്കെ വിളിക്കും. കാരണം നമ്മൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും സുരക്ഷിതമായും ഇരിക്കുമ്പോഴാണ് നമ്മുടെ ശരീരം ഇത് കൂടുതൽ ഉണ്ടാക്കുന്നത്. നല്ല സങ്കോചങ്ങളുണ്ടാകാൻ ഓക്സിറ്റോസിൻ കൂടിയേ തീരൂ. പക്ഷേ ഈ ഹീറോയ്ക്ക് ഒരു വില്ലനുണ്ട്. നമ്മൾ പേടിക്കുകയോ ടെൻഷനടിക്കുകയോ ചെയ്താൽ ഈ വില്ലൻ രംഗപ്രവേശം ചെയ്യും. ആ വില്ലനാണ് അഡ്രിനാലിൻ. നമ്മൾ പേടിക്കുമ്പോഴോ ടെൻഷൻ അടിക്കുമ്പോഴോ ശരീരം നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നൊരു ഹോർമോണാണിത്. പക്ഷേ പ്രസവത്തിന്റെ കാര്യത്തിൽ ഇത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. കാരണം അഡ്രിനാലിൻ ഓക്സിറ്റോസിന്റെ പ്രവർത്തനത്തെ നേരെ തടയും. അതോടെ പ്രസവം പതുക്കെയാകും. അപ്പോൾ ഈ ഹോർമോണുകളെ നമ്മുടെ വരുതിയിലാക്കാൻ, അതായത് ഓക്സിറ്റോസിൻ കൂട്ടാനും അഡ്രിനാലിൻ കുറയ്ക്കാനും എന്തു ചെയ്യണം? അതിനൊരു 4 സിമ്പിൾ വഴികളുണ്ട്. ഓർക്കാൻ വളരെ എളുപ്പമാണ്. വിശ്രമിക്കുക, വെള്ളം കുടിക്കുക, ഭക്ഷണം കഴിക്കുക, പിന്നെ ശ്രദ്ധ മാറ്റുക. ഇത് 4ഉം ഈ ഘട്ടത്തിൽ വളരെ പ്രധാനമാണ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തെ കാര്യം വിശ്രമം. ഓർക്കുക, ഇതൊരു സ്പ്രിന്റല്ല, മാരത്തണാണ്. ഫിനിഷിംഗ് ലൈനിലെത്താൻ ഒരുപാട് ഊർജ്ജം വേണം. അതുകൊണ്ട് തുടക്കത്തിലെ ഓടി ക്ഷീണിക്കരുത്. രാത്രിയാണെങ്കിൽ ഉറങ്ങാൻ ശ്രമിക്കുക, പകലാണെങ്കിൽ ചെറിയ മയക്കമൊക്കെ ആകാം. രണ്ടാമത്തേത് വെള്ളം കുടിക്കുക. നിങ്ങളുടെ ഗർഭപാത്രം ഒരു മസിലാണ്. ഏതൊരു മസിലിന് നന്നായി പ്രവർത്തിക്കാൻ വെള്ളം അത്യാവശ്യമാണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. ഇത് പേശികൾക്ക് ക്ഷീണം വരാതിരിക്കാൻ സഹായിക്കും. മൂന്നാമത്തെ കാര്യം ആഹാരം. പ്രസവത്തിന് നല്ല എനർജി വേണം. ഈ ഘട്ടത്തിൽ ദഹിക്കാൻ എളുപ്പമുള്ള ഊർജം തരുന്ന ഭക്ഷണം കഴിക്കുക. കാരണം പിന്നീട് വേദന കൂടുമ്പോൾ ചിലപ്പോൾ ഒന്നും കഴിക്കാൻ തോന്നില്ല. അതുകൊണ്ട് കിട്ടുന്ന അവസരത്തിൽ തന്നെ ശരീരം ഫ്യൂവൽ ചെയ്യുക. നാലാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം ശ്രദ്ധ മാറ്റുക. വേദനയെക്കുറിച്ച് തന്നെ ചിന്തിച്ചിരുന്നാൽ അത് കൂടും. അതാണതിൻ്റെ സൈക്കോളജി. അതുകൊണ്ട് ഇഷ്ടമുള്ള സിനിമ കാണുകയോ പാട്ട് കേൾക്കുകയോ ഒരു ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുകയോ ഒക്കെ ചെയ്ത് മനസ്സിനെ റിലാക്സ്ഡ് ആക്കുക. ഇനി എല്ലാവരുടെയും മനസ്സിലുള്ള ഏറ്റവും വലിയ ചോദ്യം, എപ്പോഴാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടത്? ഇതിന്റെ ഉത്തരം നമ്മുടെ സാഹചര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. നമ്മൾ ഗൂഗിളിൽ നോക്കിയാൽ കാണുന്ന ഉപദേശങ്ങൾ ചിലപ്പോൾ വിദേശ രാജ്യങ്ങളിലെ സാഹചര്യങ്ങൾക്ക് ചേർന്നതായിരിക്കും. പക്ഷേ നമ്മുടെ നാട്ടിലെ ട്രാഫിക്കും ഹോസ്പിറ്റലിലേക്കുള്ള ദൂരവുമൊക്കെ കണക്കിലെടുക്കണം. അതുകൊണ്ട് വേദന ഒരു കൃത്യമായ ഇടവേളയിൽ ഒരു 10-15 മിനിറ്റ് കൂടുമ്പോൾ വരാൻ തുടങ്ങിയാൽ തന്നെ ഡോക്ടറെ അറിയിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതാണ് ഏറ്റവും സുരക്ഷിതം. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിലേതെങ്കിലും ഒന്ന് കണ്ടാൽ ഒരു സെക്കൻഡ് പോലും വൈകരുത്. വെള്ളം പൊട്ടുക,
കനത്ത ബ്ലീഡിംഗ് ഉണ്ടാവുക, കുഞ്ഞിന്റെ അനക്കം കുറയുക, അല്ലെങ്കിൽ ഇടവേളയില്ലാതെ നിർത്താതെയുള്ള വേദന. ഈ സാഹചര്യങ്ങളിൽ സങ്കോചങ്ങളുടെ സമയം നോക്കിയിരിക്കാതെ ഉടൻ തന്നെ ഡോക്ടറെ അറിയിക്കുക. അതുകൊണ്ട് ഒന്നോർക്കുക, പ്രസവത്തിന്റെ ഈ ആദ്യഘട്ടം വെറുമൊരു കാത്തിരിപ്പല്ല. നിങ്ങളുടെ ശരീരം ഒരു വലിയ കാര്യത്തിനു വേണ്ടി തയ്യാറെടുക്കുകയാണ്. അതിനെ വിശ്വസിക്കുക, അതിനുവേണ്ട പിന്തുണ കൊടുക്കുക, ശാന്തമായിരിക്കുക. ബാക്കിയെല്ലാം അത് നോക്കിക്കോളും. നിങ്ങൾ വിചാരിക്കുന്നതിലും ശക്തരാണ് നിങ്ങൾ.